പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 21. മോളെ ഉറക്കി ബെഡിലേക്ക് കിടത്തി അവൾ എഴുന്നേറ്റതും സണ്ണി എല്ലാ സാധനങ്ങളും റൂമിലേക്ക് എത്തിച്ചിരുന്നു. ഗൗരി, തൻ്റെ സാധനങ്ങളെല്ലാം ആ കബോർഡിലേക്ക് വെച്ചോളൂ, മക്കളുടെയും അതിൽ തന്നെ വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാകും, സണ്ണി പറഞ്ഞു. അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആ ബാഗ് വാങ്ങി കബോർഡ് തുറന്ന് സാധനങ്ങൾ ഭംഗിയായി തന്നെ അടക്കി വെച്ചു. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുള്ള ബാഗും തുറന്നു, അതും അവൾ അടക്കി വെച്ചു. പിന്നീട് അവൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം ആയിരുന്നു. പൊട്ട്, കൺമഷി, കുങ്കുമം, അങ്ങനെ എല്ലാം. അതെല്ലാം സണ്ണി എടുത്ത് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിലേക്ക് വെച്ചു. എല്ലാം വെച്ച് കഴിഞ്ഞതും സണ്ണി ഗൗരിയെ ഒന്ന് നോക്കി. ശരിക്കും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴാ ഈ മുറിയിൽ ഒരു പ്രകാശം തോന്നുന്നത്. ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക് മോനുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇത്രയും വെറുപ്പും മടുപ്പും തോന്നിയിട്ടില്ല. മോനും കൂടി തൻ്റെ അടുത്ത് വന്ന് കിടന്നു തുടങ്ങിയപ്പോൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെയായി തോന്നിയിരുന്നു. ഈ മുറിയിൽ എത്ര സമയം ആണെന്നറിയോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. ഫോൺ നോക്കിക്കൊണ്ട് അറിയാതെ എപ്പോഴോ ഉറക്കത്തിലേക്ക് പോവുകയാണ് പതിവ്, സണ്ണി പറഞ്ഞു. ഗൗരി സണ്ണി പറയുന്നത് കേട്ടുകൊണ്ട് നിന്നു. സണ്ണി ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ഞാൻ ഗൗരിയെ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ദേ ഇവിടെ നിന്നാണ്. ഉറക്കമില്ലാത്ത എൻ്റെ ഒരു രാത്രി. ഞാൻ വന്ന അന്ന് ഇവിടെ നിന്നപ്പോൾ അമ്മച്ചി മോനെ എടുത്ത് തൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. താൻ വാതിൽ തുറന്ന് മോനെ വാങ്ങി അകത്തേക്ക് പോകുന്നതും കണ്ടു. അല്പസമയം കഴിഞ്ഞ് മോനെ കൊണ്ടുവന്ന അമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നതും എല്ലാം കണ്ടിരുന്നു. അന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഞാൻ എന്താണെന്നറിയാൻ പിറ്റേ ദിവസം ശ്രദ്ധിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മോൻ്റെ വിശപ്പ് മാറ്റുന്നത് താനാണെന്ന്. എനിക്കത് മനസ്സിലായപ്പോൾ വിഷമമൊന്നും തോന്നിയില്ല, സന്തോഷമാണ് തോന്നിയത്. കാരണം എൻ്റെ കുഞ്ഞ് മുലപ്പാലിൻ്റെ രുചി അറിയാതെയല്ലേ അത്രയും നാൾ ജീവിച്ചത്. അവനത് നിഷേധിക്കാൻ എനിക്കും തോന്നിയില്ല. പക്ഷേ തൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ ആഗ്രഹിച്ച എൻ്റെ പെണ്ണ് എൻ്റെ മോന് പാലൂട്ടുന്നു. സണ്ണി അവളെ ചേർത്ത് പിടിച്ചു. ഗൗരി, ഇനി എൻ്റേതായി കൂടെ തനിക്ക്? സണ്ണി ചോദിച്ചു. ഞാൻ ഇച്ചായൻ്റെയാണ്. ഇച്ചായൻ്റെ മാത്രം ഗൗരിയാകാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു, അവൾ പറഞ്ഞു. അപ്പോൾ ശരീരം കൊണ്ടോ? സണ്ണി പെട്ടെന്ന് ചോദിച്ചതും ഗൗരിയുടെ കണ്ണുകൾ ഒന്നു പിടഞ്ഞു. അവൾ അവനെ നോക്കി. തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സണ്ണിയെ കണ്ടതും അവളിൽ ഒരു വെപ്രാളം നിറഞ്ഞു. ഏയ് പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കിതേ ഇപ്പോൾ പറഞ്ഞില്ലേ മനസ്സുകൊണ്ട് എൻ്റേതായി എന്ന്. അപ്പോൾ എന്നെ സ്നേഹിച്ച് തുടങ്ങി അല്ലേ? അത് മതി എനിക്ക്, അത് മാത്രം മതി. എൻ്റെ കൂടെ ഉണ്ടായാൽ മതി നിങ്ങൾ 3 പേരും, സണ്ണി പറഞ്ഞു. കുറച്ചു നേരം കൂടി സണ്ണി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. തണുത്ത കാറ്റ് വീശുമ്പോൾ അവളെ ശരീരം വിറയ്ക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. വാ കിടക്കാം, നല്ല തണുപ്പുണ്ട്. കാറ്റടിക്കുമ്പോൾ തന്നെ എൻ്റെ ഗൗരി വിറയ്ക്കുന്നു, അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് കുറച്ചുകൂടി പിടിച്ചു. റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കടന്ന് ബാൽക്കണിയുടെ ഡോറടച്ചു. ഗൗരി അപ്പോഴും അവിടെ തന്നെ നിൽക്കാണ്. അവൾക്ക് നല്ല ടെൻഷനും വെപ്രാളവും ഉണ്ടെന്ന് സണ്ണിക്ക് തോന്നി. എന്താ ഗൗരി, പേടിയുണ്ട് തനിക്ക്? സണ്ണി ചോദിച്ചു. ഞാനൊന്നും ചെയ്യില്ല. ഇപ്പോൾ എൻ്റെ കൂടെ താൻ വന്നില്ലേ, ഇതുപോലെ ചേർന്ന് നിന്നില്ലേ, അത് മതി എനിക്ക്, മറ്റൊന്നും വേണ്ട, സണ്ണി പറഞ്ഞു. ഗൗരി മക്കളെ നോക്കി. 2 പേരും അടുത്തടുത്താണ് കിടക്കുന്നത്. ബെഡ് ഭിത്തിയോട് ചേർന്ന് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മക്കൾ അപ്പുറത്തേക്ക് വീഴുമെന്നുള്ള പേടിയില്ല. ഗൗരി കിടന്നു, സണ്ണി പറഞ്ഞതും അവൾ സണ്ണിയെ ഒന്ന് നോക്കി. ബെഡിനടുത്തേക്ക് നടന്നു. മോളുടെ അടുത്തായി അവൾ കിടന്നു. സണ്ണി അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു. മെയിൻ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഒരു ഡിം ലൈറ്റ് മാത്രം ഇട്ടുകൊണ്ട് സണ്ണി ഗൗരിയുടെ അടുത്തേക്ക് കിടന്നു. ഗൗരിയുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങി. അത് മനസ്സിലായതുപോലെ സണ്ണി അവൾക്കടുത്തേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് പുറകിൽ നിന്നും അവളെ ചേർത്ത് പതിയെ കെട്ടിപ്പിടിച്ചു. ഗൗരി, അവളുടെ ചെവിയുടെ അരികിലായി പതിയെ വിളിച്ചതും അവൾ ചെറുതായി മൂളി. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കോ? സണ്ണി ചോദിച്ചതും അവൾ പതിയെ സണ്ണിയുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു.
ഗൗരി സണ്ണിയെ ഒന്ന് നോക്കി. അവിടെയല്ല, ഇവിടെ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ഇടത് കൈ നീട്ടിവെച്ചു. അവൻ്റെ കൈയുടെ ഭാഗത്ത് തട്ടിക്കൊണ്ട് ഇവിടെ ഇവിടെ കിടക്കുമോ അവൻ ചോദിച്ചു. അവൾ പതിയെ കുറച്ചുകൂടി നീങ്ങി അവൻ പറഞ്ഞതുപോലെ അവൻ്റെ ഇടത് കൈയിലായി കയറി കിടന്നു. എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ ഇതുപോലെ നീ എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് എൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്നത്. സണ്ണി പറഞ്ഞതും ഗൗരി മുഖമുയർത്തി സണ്ണിയെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയതും ഗൗരി അവൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് കിടന്നു. അത് മനസ്സിലായതുപോലെ സണ്ണി അവളെ ചേർത്ത് പിടിച്ചു. ഉറങ്ങിക്കോ അവൻ പറഞ്ഞുകൊണ്ട് പതിയെ അവളുടെ ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ട് തോളിൽ തട്ടിക്കൊടുത്തു. അപ്പോൾ രണ്ടുപേരുടെയും മനസ്സ് ശാന്തമായിരുന്നു. രണ്ടുപേരും ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പരസ്പരം താങ്ങായി ചൂട് പകർന്നു കിടന്നു. രാവിലെ ആദ്യം കണ്ണു തുറന്നത് ഗൗരിയാണ്. അപ്പോഴും തന്നെ ചേർത്ത് പിടിച്ചു കിടക്കുന്ന സണ്ണിയെയാണ് അവൾ കാണുന്നത്. അവൾ പതിയെ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ അടച്ച് നല്ല ഉറക്കമാണ് എന്ന് തോന്നിയതും അവൾ അവനെ ചുറ്റിപ്പിടിച്ചിരുന്ന കൈയെടുത്ത് അവൻ്റെ കവിളിൽ വെച്ചു. അവൾക്ക് വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും അവനോട് തോന്നി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ പതിയെ അവനെ ഉണർത്താതെ തല തിരിച്ച് കുഞ്ഞുങ്ങളെ നോക്കി. രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് പാലും പിന്നെ കുറച്ച് കുറുക്കും കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെറുതായി ഒന്ന് കരയും. ഇന്നലെ പക്ഷേ അതുണ്ടായില്ല എന്ന് മനസ്സിലായി. അവൾ പിന്നെ പതിയെ സണ്ണിയുടെ കൈക്കുള്ളിൽ നിന്നും എഴുന്നേറ്റു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും നന്നായി പുതപ്പിച്ചു കൊടുത്തു. കൂടെ സണ്ണിയെയും പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൾ എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയതും സണ്ണി പതിയെ കണ്ണു തുറന്നു. അവൾ ചെയ്യുന്നതെല്ലാം അവൻ കാണുന്നുണ്ടായിരുന്നു. അവന് വല്ലാത്ത സന്തോഷം തോന്നി. ഗൗരി ഫ്രഷായി ഇറങ്ങുമ്പോൾ കമഴ്ന്നു കിടക്കുന്ന സണ്ണിയെയാണ് കാണുന്നത്. കുഞ്ഞുങ്ങളും പതിയെ ചരിഞ്ഞ് പരസ്പരം മുഖത്തോടെ മുഖം നോക്കി കിടക്കുന്നത് കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് നെറ്റിയിൽ പൊട്ടും സിന്ദൂരവും ചാർത്തി മുടി തോർത്തുകൊണ്ട് തന്നെ ചുറ്റിക്കെട്ടി. ഒരു ഓറഞ്ചും അതിൽ നിറയെ പൂക്കളുള്ള സാരിയാണ് അവൾ ഉടുത്തത്. അത് സണ്ണി വാങ്ങിവെച്ച സാരിയായിരുന്നു. അവൾ അതെല്ലാം എടുത്തു കഴിഞ്ഞ് റെഡിയായി. അവൾ താഴേക്ക് പോകാനായി വരുമ്പോൾ വീണ്ടും അച്ഛനെയും മക്കളെയും ഒന്ന് നോക്കി. അവൻ അപ്പോഴും ഒന്നും അറിയാതെ ഗാഢമായ ഉറക്കത്തിലാണ്. ഗൗരി പടികളിറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴാണ് രൂപക്കൂടിൻ്റെ മുന്നിൽ അമ്മച്ചി നിൽക്കുന്നത് കണ്ടത്. പടികൾ ഇറങ്ങി മുകളിൽ നിന്നും വരുന്ന ഗൗരിയെ കണ്ടതും അമ്മച്ചിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അമ്മച്ചി അവൾ കിടന്ന മുറിയിലേക്ക് ഒന്ന് നോക്കി. പിന്നെ ഗൗരിയെയും. അവൾ ചെറുതായി ചിരിച്ചുകൊണ്ട് അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ഞാനും മക്കളും ഇന്നലെ രാത്രി അങ്ങോട്ട് താമസം മാറ്റി. അവൾ പറഞ്ഞതും അമ്മച്ചി പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവളെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. ഒരുപാട് സന്തോഷമായി. അമ്മച്ചി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല മോൾക്ക് ഇത്രയും പെട്ടെന്ന് അവനെ മനസ്സിലാക്കാനും അവനെ ജീവിതത്തിലേക്ക് അംഗീകരിക്കാനും പറ്റുമെന്ന്. പക്ഷേ ഇപ്പോൾ ഞങ്ങളെയെല്ലാം ഞെട്ടിച്ചു കളഞ്ഞുകൊണ്ട് ആരുടെയും പ്രഷർ ഒന്നുമില്ലാതെ മോളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജീവിച്ചു തുടങ്ങണം മോളെ. നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ്. അതുകൊണ്ടാണ് അമ്മച്ചി ഇത്രയും ആഗ്രഹിച്ചത്. കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം ജീവിക്കണമെന്ന് അമ്മച്ചിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അമ്മച്ചി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അമ്മച്ചിയുടെ എന്താഗ്രഹങ്ങളും തുറന്നു പറഞ്ഞോളൂ. ഞങ്ങളെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ സാധിച്ചു തന്നിരിക്കും. അവൾ പറഞ്ഞു. എനിക്കൊരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല മോളെ. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. മക്കളും കൊച്ചുമക്കളും എല്ലാമായിട്ട് എനിക്ക് ജീവിക്കണം. എൻ്റെ ഇച്ഛായന് സാധിക്കാത്തത് എനിക്ക് സാധിക്കണം, അമ്മച്ചി പറഞ്ഞു. അവൾ അമ്മച്ചിയെ ചേർത്ത് പിടിച്ചു. അമ്മച്ചി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്തു. അമ്മച്ചിയും ഗൗരിയും കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ ചേട്ടത്തി രാവിലത്തെ പണികളുമായി തിരക്കിലായിരുന്നു. അല്പസമയം കഴിഞ്ഞതും മോളെ ഈ ചായ കൊണ്ടുപോയി സണ്ണിക്ക് ഒന്ന് കൊടുത്തേക്ക്. വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് അവൻ കുടിക്കാറുള്ളതാണ്. എന്നാൽ പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് ചായ കുടി, ചേട്ടത്തി പറഞ്ഞു. ഗൗരി ചായയും പകർത്തിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ അവൾ റൂമിൽ ചെല്ലുമ്പോൾ സണ്ണിയെ കണ്ടില്ല. സണ്ണി വർക്കൗട്ട് റൂമിലായിരിക്കുമെന്ന് ഇപ്പോൾ അവൾക്കറിയാം. അവൾ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിക്കൊണ്ട് സണ്ണി വർക്കൗട്ട് ചെയ്യുന്ന റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആള് നല്ല വർക്കൗട്ടിലാണ്. അവൾ
അവിടെയുണ്ടായിരുന്ന ടേബിളിൽ കോഫി കപ്പ് വെച്ചുകൊണ്ട് അത് മൂടി വെച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ പോയതും ഗൗരിക്കുട്ടി ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് സണ്ണി വിളിച്ചതും അവളൊന്ന് നിന്നു. പിന്നെ ചിരിയോടെ തിരിഞ്ഞു നോക്കി. അത് എനിക്കുള്ള കോഫിയല്ലേ, അവിടെ കൊണ്ടുവന്ന് വെക്കാതെ എൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് തന്നെ എനിക്ക് തന്നേ. സണ്ണി പറഞ്ഞതും ഗൗരി കോഫി കപ്പും എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആ, ഇതുപോലെ എല്ലാ ദിവസവും എൻ്റെ പെണ്ണിൻ്റെ കൈ കൊണ്ട് വേണം എനിക്ക് കോഫി തരാൻ. അല്ലാതെ അവിടെ വെച്ച് കൊണ്ടുപോയാൽ അതവിടെ ഇരിക്കത്തേയുള്ളൂ, ഞാൻ കുടിക്കില്ല, സണ്ണി പറഞ്ഞു. ഗൗരി പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? സണ്ണി ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട്, ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ ഈ ചിരിക്ക്? അവൾ ചോദിച്ചതും, എൻ്റെ ചിരി താൻ നോക്കാഞ്ഞിട്ടാ. എൻ്റെ ചിരി പണ്ടേ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു 3-4 കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ഇവിടെ ഉണ്ടായാനേ, സണ്ണി പറഞ്ഞതും ഗൗരിയുടെ മുഖം ചുവന്ന് തൊടുത്തു. ആയ് പറഞ്ഞല്ലേ ഉള്ളൂ, അപ്പോഴേക്കും മുഖമെല്ലാം ചുവന്നല്ലോ. ഇപ്പോഴും അവസരങ്ങളുണ്ട്, 2 പേരേ ആയിട്ടുള്ളൂ. ഇനിയും നമുക്ക് ഇഷ്ടം മാതിരി സമയമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇല്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് സ്കൂളുണ്ട്, അവിടെ പഠിപ്പിക്കാം. പിന്നെന്താ കുഴപ്പം? അതുകൊണ്ടേ ഒന്നും നോക്കണ്ട, നമുക്കിടയിലേക്ക് ഒരു 6-7 മക്കളെങ്കിലും വരണം. നമ്മുടെ അമ്മച്ചിക്ക് ബോറടിക്കുന്നു എന്ന് എപ്പോഴും പറയുന്നേ, അമ്മച്ചിയുടെ ബോറടി മാറ്റാം. പിന്നെ എനിക്ക് എൻ്റെ പെണ്ണിനെ ഒന്ന് സ്നേഹിക്കുകയും ചെയ്യാം. സണ്ണി പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. അവള് ഞെട്ടി നിൽക്കുകയാണെന്ന് മനസ്സിലായതും സണ്ണി ഒന്ന് പുഞ്ചിരിച്ചു. ഏയ്, പറഞ്ഞപ്പോഴേ ഇങ്ങനെയോ? അപ്പോ ചെയ്ത് കാണിക്കുമ്പോഴോ എന്ന് പറഞ്ഞ് സണ്ണി അവളെ ചേർത്ത് പിടിച്ചു. ഏയ്, പേടിച്ചു പോയോ? അവൾ അപ്പോഴും കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുന്നത് കണ്ടതും സണ്ണി ചോദിച്ചു. 6-7 കുഞ്ഞുങ്ങളോ? അവൾ ചോദിച്ചു. ആ, എന്താ കുഴപ്പം? എൻ്റെ അമ്മച്ചി മാത്രമാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചത്. അതും അമ്മച്ചിക്ക് കുറേ കുട്ടികൾ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞാനുണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് എന്തോ വയ്യാതെയായി. ഇനിയൊരു കുഞ്ഞിനെ താങ്ങാനുള്ള ശക്തി എൻ്റെ അമ്മച്ചിയുടെ ഗർഭപാത്രത്തിനില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, സാരമില്ലടി കൊച്ചേ, നമുക്ക് ഒരു തങ്കം പോലത്തെ മോനെ കിട്ടിയില്ലേ. ഇനി നിനക്ക് കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ നമ്മുടെ മോനായിട്ട് എത്ര മക്കളെ വേണമെങ്കിലും സാധിച്ചു തരുമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ്റെ വാക്ക് ഞാൻ പാലിക്കണ്ടേ? സണ്ണി പറഞ്ഞതും ഇത് ആര് പറഞ്ഞു? അപ്പച്ചൻ പറഞ്ഞു. എൻ്റെ അടുത്ത് അപ്പച്ചൻ പറഞ്ഞു, എടാ മോനെ സണ്ണി, ഒരു കുഞ്ഞൊന്നല്ല കേട്ടോ, കുറേ മക്കൾ വേണമെന്ന്. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറയാ, അവർ ഈ വീട്ടിലേക്ക് ഇങ്ങനെ ഓടി നടക്കണമെന്ന്, അല്ലെങ്കിൽ ഈ വീടിന് ഒരു ജീവൻ ഉണ്ടാകില്ലെന്ന അപ്പച്ചൻ്റെ വാദം. ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവർ 2 പേരുണ്ടല്ലോ, ഇവരൊന്ന് എഴുന്നേറ്റ് നടക്കാറാവട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം, അല്ലേടി ഗൗരി കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി അവളുടെ താടിയിൽ പിടിച്ചു. ഇച്ചായ, അവൾ കൈ തട്ടി മാറ്റാൻ നോക്കിയതും, ഐ അങ്ങനെ അങ്ങ് പോവാതെ വാ, നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോവാം. നീ വരുന്നത് വരെയുള്ളൂ എൻ്റെ വർക്കൗട്ട്. ഇനി ഇവിടെ നിന്ന് ചെയ്താലും മനസ്സ് സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോകാം എന്ന് പറഞ്ഞ് സണ്ണി ഗൗരിയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. മക്കളെ എടുക്കാം, ഇവിടെ നിന്ന് കരഞ്ഞാൽ അറിയില്ല നമ്മൾ, അതുകൊണ്ട് താഴെ റൂമിൽ കിടത്താം എന്ന് പറഞ്ഞതും ഗൗരി മോനെ എടുത്തു. സണ്ണി മോളെയും 2 പേരെയും കൊണ്ട് താഴേക്ക് വന്നു. താഴത്തെ റൂമിൽ കിടത്തിയിട്ട് സണ്ണി ഗൗരിയെ ഒന്ന് നോക്കി. അതെ, എനിക്ക് ഒരു കോഫി കൂടി തരുമോ? അവൻ ചോദിച്ചതും വേണോ? അത് ചേട്ടത്തി ഇട്ട് തരണ്ട, തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു കോഫി. അതുമായിട്ട് മുൻവശത്തേക്ക് വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. കണ്ണുകളടച്ച് ഗൗരി ആ ചുംബനത്തെ സ്വീകരിച്ചു. പിന്നെ ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. ഗൗരി അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി. അവൻ വന്നോ മോളെ? അവളെ കണ്ടതും അമ്മച്ചി ചോദിച്ചു. വന്നമ്മച്ചി, ഇച്ചായൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നോ? 2 പേരോടും പള്ളിയിൽ പോകാൻ പറഞ്ഞതല്ലേ അമ്മച്ചി? ആ, ഞാൻ ഓർക്കുന്നുണ്ട് അമ്മച്ചി. ഞാൻ ഇച്ചായന് ഈ കോഫി കൂടി കൊടുത്തിട്ട് ഞാൻ പോയി റെഡിയാവും. അപ്പോഴേക്കും ഇച്ചായനും റെഡിയായിട്ട് വരും, ഗൗരി പറഞ്ഞു. ആ, വേഗം പോയിട്ട് വാ, അമ്മച്ചി പറഞ്ഞു. ഗൗരി വേഗം പാല് വെക്കുന്നത് കണ്ടതും, മോളെ സണ്ണിക്കുഞ്ഞിനുള്ള കോഫിയാണോ? ദാ ആ ഫ്ലാസ്കിലിരിക്കുന്നുണ്ട്, ചേട്ടത്തി പറഞ്ഞു. അത്
പിന്നെ ചേട്ടത്തി ഇച്ചായന് വേറെ കോഫി വേണമെന്ന് പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് കാര്യം മനസ്സിലായ അമ്മച്ചി, ത്രേസിയെ മോളുണ്ടാക്കിക്കോട്ടെ, അവനിനി നമ്മളുണ്ടാക്കുന്ന കോഫിയൊന്നും പിടിക്കില്ല. അവൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന കോഫിയെ ഇനി അവന് ഇഷ്ടപ്പെടൂ. അതുകൊണ്ട് ഇനി അവൻ്റെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കുന്നത് നല്ലത്. അമ്മച്ചി പറഞ്ഞതും അവൾ അമ്മച്ചിയെ ഒന്ന് നോക്കി. മുഖത്ത് ദേഷ്യത്തോടെയാണ് പറയുന്നതെന്നാണ് അവൾ കരുതിയത്. എന്നാൽ നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്ന അമ്മച്ചിയെ കണ്ടതും അവളുടെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പഴയതിലും വ്യത്യാസമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പഴയതുപോലെ തന്നെ ഓർത്തെടുത്ത് എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.